വഖഫ് ബോർഡിലെ സുപ്രധാനമായ ഒരു മാറ്റം വരികയാണ്. 1923 പാസാക്കിയ വഖഫ് ബോർഡ് നിയമം ഭേദഗതി ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ ഈ വർഷം കൂടുന്ന പാർലമെന്ററി യോഗത്തിൽ അടിയന്തരമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പ്രതിപക്ഷവും ഒക്കെ പാർലമെന്ററി കാര്യ സമിതിയോട് ആവശ്യപ്പെട്ടു. പക്ഷെ അതിനി നടക്കത്തില്ല. എത്രയും വേഗത്തിൽ ഇത് ഭേദഗതി ചെയ്യുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. രണ്ട് കാതലായ മാറ്റങ്ങൾ എന്തായാലും ഇനി വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, അന്യമതസ്ഥരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അന്യമതസ്ഥരുടെയും കൂടെ ഭൂമി വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ പോകുമ്പോൾ അവരുടെയും കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് ഇനി ആ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കൂ. അതിന് വേണ്ടിയിട്ടാണ് അന്യമതസ്ഥരെയും കൂടെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വഖഫ് ബോർഡിൽ നിന്നുള്ള ആൾക്കാർക്ക് ഭൂമി വന്ന് സർവേ ചെയ്യാനോ അളന്ന് തിട്ടപ്പെടുത്താനോ ഒന്നും സാധിക്കില്ല. അത് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇതൊരു മാറ്റം എന്ന് വെച്ചാൽ, 5 വർഷം മുസ്ലിം നിയമം അനുസരിച്ച് മുസ്ലിം മതത്തിൽ ജീവിച്ച ആൾക്കാർക്ക് മാത്രമേ വഖഫിലോട്ട് ഭൂമി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്ത് തന്നെയായാലും ഈ കാതലായ മാറ്റങ്ങളെല്ലാം വഖഫ് ബോർഡിന്റെ നിയമത്തിൽ ഉൾപ്പെടുത്തി വഖഫ് നിയമം ഭേദഗതി ചെയ്യും ഉടനെ തന്നെ. നിലവിലെ മതേതര രാജ്യം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഈ വഖഫ് ബോർഡ് പോലെയുള്ള നിയമങ്ങൾ ആവശ്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?